അപ്പം നമുക്ക് ഉപാസനയൊക്കെ ചെയ്യും തോറും ചിലരെക്കുറിച്ച് നമ്മൾ പറയാറില്ലേ, ഈ കളിയും ചിരിയൊക്കെ എന്തെങ്കിലും കാണിച്ച് വരുന്ന സമയത്ത് ലോകി അടിക്കണമൊക്കെ എന്തോ കാര്യം ഉള്ളിൽ വെച്ചിട്ടാണ്, എന്തോ കാര്യം നടത്താൻ വേണ്ടിയിട്ടൊരു ലോകി അടിക്കുന്നവരുണ്ട്. ഉണ്ടോ ഇല്ലയോ? ചിലവരുടെ കളിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, മക്കൾ കൂടുതൽ സ്നേഹം കാണിക്കുമ്പോൾ അപ്പം മനസ്സിലാവും എന്തെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടാനുള്ള സ്നേഹം, എന്തോ സ്നേഹം, അമ്മയെ ഇതൊക്കെ വേണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാണ്ടേ. പക്ഷെ കാര്യം നടന്നാൽ പാലം കടക്കുന്നത് വരെ നാരായണൻ, കഴിഞ്ഞാൽ ആൾ മാറി. അപ്പം ഇതുപോലെയാണ് മനസ്സ്. അപ്പം അതുകൊണ്ട് നമ്മളിലൊക്കെ ഒരു കൃഷ്ണ മനസ്സുണ്ട്. ഈ കൃഷ്ണ മനസ്സിൻ്റെ പ്രത്യേകത, ഉപാസന ചെയ്യും തോറും കൃഷ്ണൻ ആ മനസ്സിന് മനസ്സിലാവും എന്തൊക്കെയാണ് അപകടങ്ങൾ വരാൻ പോകുന്നത്. ആ അപകടങ്ങളിൽ ഒരിക്കലും മനസ്സ് ദുർബലമാവില്ല. കൃഷ്ണ മനസ്സ് ദുർബലമാവാതെ പോയപ്പോൾ ഒരു പൂതന മനസ്സ് ദുർബലമായി തളർന്നു പോയി. നിങ്ങളുടെ മനസ്സ് എവിടെ തളരുന്നുവോ അവിടെ മറ്റൊരു മനസ്സ് ധീരമാവും. നിങ്ങളുടെ മനസ്സ് എവിടെ ധീരമാകുന്നുവോ പറയൂ, അവിടെ മറ്റൊരു മനസ്സ് ദുർബലമാവും. ഇതൊരു സീസോ പോലെയാണ്. ഒരു ഭാഗം പൊങ്ങുമ്പോൾ വേറൊരു ഭാഗം താഴും. ശരിയല്ലേ ഇത്? പക്ഷേ നമുക്ക് എന്ത് പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉപാസനാ സംസ്കാരമില്ലാത്തത് കൊണ്ട്, നമ്മുടെ മനസ്സൊന്നും ധീരമാവാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നു. നോക്കൂ നിങ്ങൾ, പാഞ്ചാലി നല്ല ദൃഷ്ടാന്തമാണ്. ധീരമനസ്സ്. രാവണന് എന്തെല്ലാം കയ്യൂക്കും ശക്തിയുമുണ്ടെങ്കിലും സീതയെ തളർത്താൻ ആർക്ക് സാധിച്ചില്ല? രാവണന് സാധിച്ചില്ല. ഇന്നും എത്രയോ സീതമാരുണ്ട്. നമ്മളെ പത്രക്കാരത് കാണുന്നില്ലേ? പലപ്പോഴും പത്രക്കാർ കാണുന്നതൊക്കെ ഏറെക്കുറെ ദുർബലമായിട്ടുള്ള ദശരഥ മനസ്സുകളെയാണ്, പെട്ടെന്ന് തളർന്നു പോകുന്ന മനസ്സുകളെയാണ്. ഗാന്ധാരി മനസ്സുകളെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഏത് മനസ്സുകളെ കാണുന്നില്ല? ധീര മനസ്സുകളെ കാണുന്നില്ല. അങ്ങനെ ആവണ്ടേ നിങ്ങളുടെ കുട്ടികൾ? വേണോ വേണ്ടയോ? ഡൽഹിയിലെ പോലുള്ള സംഭവങ്ങൾ സംഭവിക്കരുത് എന്ന് വെറുതെ ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? നമുക്ക് വേണ്ടത് എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നാലും നമ്മുടെ കുട്ടികൾ ഒരിക്കലും മാനസികമായി തളരരുത്. അതിനാണ് ഉപാസന. അതിനെന്ത് വേണം? ഒരു രൂപത്തെ മനസ്സിൽ കൊണ്ടുവന്ന് ആ രൂപത്തിൽ തന്നെ നാമം ജപിച്ച് മനസ്സിനെ ഉറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഇതിൻ്റെ പേരാണ് ഉപ-ആസന. ഉപ-ആസന എന്നുള്ള വാക്കിനർത്ഥം, ഉപാസന എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ-ആസന. ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത്, ആസന എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക എന്നർത്ഥം. മനസ്സിൽ ഉറപ്പിക്കുക, അല്ലെങ്കിൽ മനസ്സിനെ ഉറപ്പിക്കുക. അത് പരിശീലിച്ചെടുക്കൂ നിങ്ങൾ. ഇപ്രകാരം ഉപാസന ചെയ്യും തോറും എന്ത് കിട്ടും? എന്ത് കിട്ടും? മനോബലം. മനോബലം കിട്ടും തോറും, മനോധൈര്യം കിട്ടും തോറും മറ്റൊരു മനസ്സിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും. ഒരു പ്രഹ്ലാദൻ അച്ഛനായ ഹിരണ്യകശിപുവിൻ്റെ മനസ്സിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതേപോലെ എത്രയെത്ര കഥാപാത്രങ്ങൾ. ഞാൻ ഇന്നലെ പറഞ്ഞു അംബരീഷൻ്റെ കഥ. ഒരു ദുർവാസാവിനെ കീഴ്പ്പെടുത്തിയ അദ്ദേഹം. ഉണ്ടോ? ഇങ്ങനെ എത്രയോ മനസ്സുകൾക്ക്. രാമൻ തന്നെ നോക്കൂ നിങ്ങൾ. കൈകേയി രാമനോട് പറയുന്നുണ്ട്, നീ കാരണമാണ് അച്ഛൻ ഇങ്ങനെ ആയിപ്പോയത്, എല്ലാം നീയാണ് കാരണം ആണോ പറയുന്നുണ്ടോ? അപ്പോൾ ഉടനെ രാമൻ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛൻ എന്താ അങ്ങനെ ഒരു ഞാൻ കാരണം തളർന്നു പോയത്? അപ്പോൾ പറഞ്ഞു, 2 വരങ്ങൾ എനിക്ക് തന്നിരുന്നു, അത് ചോദിച്ചു, അപ്പോൾ അത് നിറവേറ്റാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് നിൻ്റെ അച്ഛൻ തളർന്നത്. അപ്പം പ്രതിജ്ഞ ചെയ്യാണ്, എങ്കിൽ ഞാൻ ഈ വരങ്ങൾ നിറവേറ്റുന്നു. അപ്പം എന്തൊക്കെയാ വരങ്ങളെന്ന് ചോദിച്ചപ്പോഴല്ലേ പറയണത്, ഒന്ന് നീ 14 വർഷം കാട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ രാമായണം നോക്കൂ, അവിടെ രാമൻ പറയുന്ന വാക്കുകൾ, എന്താ അമ്മേ ഇതിനിത്ര താമസം എന്നാണ് ചോദിക്കുന്നത്. ഞാൻ കാട്ടിൽ പോകുന്നതിന് എന്താ ഇത്ര ഒരു വിഷമമുള്ളത്? ഞാൻ എപ്പോഴോ പോവാൻ തയ്യാറാണ്. നമുക്കത് പറയാൻ പറ്റുമോ? നിങ്ങളോട് 4 ദിവസം സ്വന്തം വീട്ടിൽ പോയിട്ട് വരുമെന്ന് ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അപ്പോഴേക്കും ചിലർ താഴും. ആ ഒരു മനസ്സിനൊരു ബുദ്ധിയും ശക്തിയൊക്കെ വേണ്ടേ? 4 ദിവസം വീട്ടിൽ പോയി വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനെന്നാ സപ്താഹത്തിന് പോയിട്ട് വരുന്നു ചേട്ടാ എന്ന് പറഞ്ഞിട്ട് പോക്ക് പോരണ്ടേ? ഞാൻ പറഞ്ഞു വരുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നല്ല പറയുന്നത്. അതായത് ഏത് പ്രതിസന്ധി വരുമ്പോഴും അതിനെയൊക്കെ നേരിടാനുള്ളൊരു മനോബലം. ഇതില്ലെങ്കിൽ പിന്നെ എന്താ കാര്യമുള്ളത്?
മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ ചെറിയ 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 കാര്യത്തിലാണ് പലരും മാനസികമായി തളരുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇനി ഇവിടുന്ന് പോകുമ്പോൾ നോക്കൂ, ചെരുപ്പ് കാണാം. എത്ര കാലം, എത്ര പഴക്കമുണ്ട് ചെരുപ്പിന്? ഇല്ല, 5 കൊല്ലം മുമ്പ് വാങ്ങിച്ച ചെരുപ്പാണ്. 5 കൊല്ലമായി മുമ്പ് വാങ്ങിച്ച ചെരുപ്പ് പോയതിന് ഇത്ര കേങ്കെങ്കെ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അതാണ് ചില ആളുകൾ, അവരുടെ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ മാനസികമായി കരയുന്ന ആളുകളുണ്ട്. ഉണ്ടോ ഇല്ലയോ? ചില ആളുകൾ അതിനു വേണ്ടി എന്തെല്ലാം വന്നാലും ഒരു തരത്തിലും കുലുങ്ങാത്ത ആളുകളും ഉണ്ട്. കാരണം ഒരുപക്ഷെ അവർക്ക് ചെവി കേൾക്കാത്തത് കൊണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? അതാണ് ഒരു തരത്തിലും കുലുങ്ങാത്ത ആളുകൾ. നിങ്ങളെ ഞാൻ നോക്കുമ്പോൾ നോക്കൂ, നിങ്ങൾ കുലുങ്ങണോ കുലുങ്ങണ്ടേ നമ്മളാ തീരുമാനിക്കുന്നത്, ആണോ? നിങ്ങൾക്കറിയാത്തൊരു ഭാഷയിൽ നിങ്ങളെ ചീത്ത വിളിച്ചാൽ നിങ്ങൾക്ക് വല്ല കുലുക്കുണ്ടോ? ഒരു കുലുക്കൂല്ലേ. എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരിക്കൽ ഒരു 6-7 കൊല്ലം മുമ്പ് കൈലാസ യാത്രയിൽ പോയി. അപ്പോൾ എൻ്റെ കൂടെ വന്നൊരമ്മ ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ ടിബറ്റിയൻ ഏരിയയാണ് മുഴുവൻ. അപ്പോൾ അവിടുത്തെ ഒരു റൂമിലെ പൈപ്പ് തുറന്നതും അത് പൊട്ടിപ്പോയി. വെള്ളം എന്താ പറയുക, വെള്ളച്ചാട്ടം പോലെയാണ് വരുന്നത്. അവിടെയാണെങ്കിൽ വെള്ളത്തിനൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലം. ആ ഹോട്ടലിൻ്റെ മാനേജർ ഒരു ചൈനക്കാരി പെൺകുട്ടിയാണ്. ഒരു 10-25 വയസ്സുള്ളൊരു പെണ്ണ്. ഈ പെൺകുട്ടി വന്നങ്ങോട്ട് ചീത്തയോട് ചീത്ത അമ്മയെ, ഭയങ്കര ശബ്ദത്തിൽ. അപ്പം ഞാൻ മുകളിലാണ് താമസിക്കുന്നത്. ഞാൻ വിചാരിച്ചു, എന്താ ഈ കടുക് പൊട്ടിക്കുന്ന പോലെ വർത്തമാനം? ഈ ചൈനക്കാർ വർത്തമാനം പറയണതുണ്ടല്ലോ, പാത്രം താഴെ വീണ ചിണീം 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 ചെന്നുള്ള അർത്ഥം. അതുപോലൊരു ശബ്ദം. ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് താഴേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ എന്നെ കണ്ടതും ആ അമ്മ അവൾക്ക് കാണിച്ചു കൊടുത്തിട്ട് അവൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ലീഡർ 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 എന്ന്. ഇവൾക്കൊരെര കിട്ടാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അവൾ എനിക്കും തന്നു. കാരണം അവൾക്കൊരാളെ കിട്ടിയില്ല ചീത്ത പറയാൻ. പക്ഷെ എനിക്കൊരു വിഷമവുമില്ല. കാരണം ചിം ചും ചിം ചും ചും എന്നൊക്കെ പറഞ്ഞാൽ നമുക്കെന്താ മനസ്സിലാവുക? വല്ലതും മനസ്സിലാവൂ? ഒരു വിഷമവുമില്ല. ഉണ്ടോ? അപ്പോൾ നിങ്ങൾക്കറിയാത്തൊരു ഭാഷയിൽ നിങ്ങളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ നിങ്ങൾക്ക്? ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾക്കൊരു കുലുക്കും ഉണ്ടാവില്ല. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെ മുഴുവൻ എന്ത് വിളിക്കണം? പ്രസാദം. ഒന്ന് വിളിച്ചു നോക്കൂ നിങ്ങൾ. ആരെങ്കിലും ചീത്ത പറയുമ്പം പ്രസാദ് വന്നിരിക്കണം അല്ല, പ്രസാദ് വന്നു എന്നല്ല വിളിക്കുന്നത്, പറയേണ്ടത് എന്താണ്? ഇത് ഭഗവാന്റെ പ്രസാദം. പ്രസാദം അങ്ങനെ പറഞ്ഞു നോക്കൂ. ഇതൊക്കെ കഴിഞ്ഞപ്പം നിങ്ങൾ അവിടെ ഇടി കൂടാൻ പോകുമ്പോൾ നോക്കിക്കോളൂ. നിങ്ങൾ ഒരു പ്രസാദ ബുദ്ധി അപ്പം വരില്ല. പരിശീലിച്ചെടുക്കണം. ചെയറ് കിട്ടിയില്ല, അപ്പോൾ ഉടനെ പറഞ്ഞേക്കണം പ്രസാദ ബുദ്ധി. ഞാൻ ഗുരുവായൂരിലെ സപ്താഹം നടത്തുമായിരുന്നു, മറക്കില്ല ഞാനത്. ഈ പ്രാവശ്യം ക്രൗഡ് വളരെ കൂടുതലായതുകൊണ്ട് ചില ആളുകളുണ്ടല്ലോ, ബാത്റൂമിൽ പോകുമ്പോൾ പോലും ചെയറും കൊണ്ടാണ് പോണത്. തിരിച്ചു വരുമ്പോൾ ചെയറ് കിട്ടില്ല. ഒരാൾ ചോദിച്ചു, നിങ്ങൾ എങ്ങടാ ചെയറും കൊണ്ട്? ബാത്റൂമിൽ പോവുകയാണ് അത്ര ചെയറും കൊണ്ട്. അല്ല, ബാത്റൂമിൽ ഇരിക്കാൻ പറ്റാത്ത പ്രശ്നമല്ല, ചെയറ് വരുമ്പോൾ ഉണ്ടാവില്ല. അപ്പം ഇതും കൊണ്ടാണ് പോകണത്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു നമ്മുടെ മനസ്സ് അത് മാറ്റിയെടുത്ത് ഇവിടെ പിന്നെ നിങ്ങൾക്ക് ആ പ്രശ്നമില്ല. അപ്പോൾ ഏത് അനുഭവങ്ങൾ വരുമ്പോഴും മനസ്സിലൊന്ന് പറഞ്ഞേക്കണം, എന്ത്? പ്രസാദം. ഇത് ഭഗവാന്റെ പ്രസാദം. അതിലൂടെ തന്നെ ഒരുവിധം ദുഃഖങ്ങൾ ഇല്ലാതെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് പരിശീലിക്കണം. ഇത് വെറുതെ ഇവിടുന്ന് കേട്ട് പോയാൽ പോരാ. ഓ ശരി, പന്തലിൻ്റെ ഉള്ളിൽ പ്രസാദം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ തോന്നിയതുപോലെ, അങ്ങനെയാവരുത്. അതിങ്ങനെ ജീവിതത്തിലൊരു വ്രതം പോലെ നമ്മൾ പരിശീലിക്കണം. മൂന്നാമത്തതാണ് നമ്മൾ ഭഗവാന്റെ എന്താ പറയുക, ദാസോഹം എന്നുള്ളത്. അപ്പം ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. എന്ത് വന്നാലും ഭഗവാന്റെ പ്രസാദം. മൂന്നാമത്തത്, ഞാനെപ്പോഴും ഭഗവാന്റെ ദാസനാണ്. ഈ ദാസഭാവം എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഭഗവാൻ പറയും, നമ്മൾ ദാസനാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രവൃത്തിയും ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ഇത് എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്, ഇത് ഭഗവാൻ ഏൽപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഇതിനെ എന്നെക്കൊണ്ട് കഴിയുന്നത്ര അങ്ങോട്ട് ഭംഗിയാക്കുന്നു. മനസ്സിലായില്ലേ? ഒരു കാര്യം നമുക്ക് ഭംഗിയാക്കാൻ വേണ്ടത് അതിനോടുള്ള ഒരു മാനസികമായൊരു താല്പര്യമാണ്. നിങ്ങൾക്ക് എത്രത്തോളം താല്പര്യം കൂടുന്നുണ്ടോ അത്രത്തോളം അത് നന്നാവും. അമ്മമാരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണേ. അമ്മമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇന്നത്തെ കുട്ടികളൊക്കെ പുറമേ പോയി ഭക്ഷണം കഴിക്കാൻ താല്പര്യം കാണിക്കുന്നതിന് കാരണം നല്ലൊരു ശതമാനം അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി പ്രശ്നങ്ങളാണ്.
നിങ്ങൾ ചേർക്കുന്ന മസാലയല്ല അതിൻ്റെ രുചി നിശ്ചയിക്കുന്നത്. യഥാർത്ഥ രുചി ഭക്ഷണത്തിന് വരുന്നത് സ്വസ്ഥമായ മനസ്സോടുകൂടി ഭക്ഷണം ഉണ്ടാക്കുമ്പോഴാണ്. നിങ്ങളുടെ മനസ്സ് വളരെ സ്വസ്ഥമാണെങ്കിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ വളരെ അസ്വസ്ഥ മനസ്സോടു കൂടിയിട്ടാണ്, ടെൻഷനോട് കൂടിയിട്ടാണ്, ആരോടെങ്കിലും ദേഷ്യം മനസ്സിൽ വെച്ചിട്ടാണ്, സീരിയൽ കാണണമെന്നുള്ള മോഹത്തോടു കൂടിയിട്ടാണ് നിങ്ങൾ ഭക്ഷണം വയ്ക്കുന്നതെങ്കിൽ മനസ്സിൽ അസ്വസ്ഥ ചിന്തകൾ കയറി വരുന്തോറും നിങ്ങളിടുന്ന സാധനങ്ങളുടെയൊക്കെ കണക്ക് തെറ്റും. അപ്പോൾ ഉപ്പ് കൂടി വരും, അല്ലെങ്കിൽ ഉപ്പ് 2 പ്രാവശ്യം ഇടും, മുളക് അതിൻ്റെ കണക്കിൽ അധികം ഇടും. ഇതൊക്കെ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് തോന്നും ഇതിന് നല്ലത് പുറമേ പോയി. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, പിസ്സ, ബർഗർ, പിന്നെന്താണ് ആ കൃമി പോലൊരു സാധനം ഉണ്ടല്ലോ, നൂഡിൽസ്, ആ മാഗി നൂഡിൽസൊക്കെ വാങ്ങിച്ച് ആ കൃമിയെ പോലുള്ള സാധനമൊക്കെ കഴിച്ച് എന്നിട്ട് അവസാനം കൃമി പോലെയായി. ഈ രൂപത്തിലൊക്കെ ഉള്ള ഭക്ഷണമേ അവർക്ക് വേണ്ടൂ. നോക്കൂ, നിങ്ങൾ ഒരുവിധം കുട്ടികളോടൊക്കെ ചോദിച്ചാൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബർഗർ എന്ന് പറയുന്ന സാധനമുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ വാങ്ങിച്ച് കഴിക്കണം, ഇത്ര അട്ടിയുണ്ട് ഒരു സാധനം, അത് ആ വായ മുഴുവൻ പൊളിക്കണം അത് ഉള്ളിലേക്ക് കയറണമെങ്കിൽ. എന്നിട്ട് അതാണ് വലിയ സന്തോഷമായിട്ട് അവർ കഴിക്കുന്നത്. ഞാൻ ചിരിപ്പിക്കില്ല നിങ്ങളെ, ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ നിങ്ങളാണത്. അതുകൊണ്ട് നിങ്ങൾ ദിവസവും ഉപാസന ചെയ്യുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ 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 രുചികരമായിരിക്കും. നിങ്ങൾ എഴുതി വെക്കണേ, ഇത് സ്വസ്ഥതയുള്ള മനസ്സുകൊണ്ട് എന്തുണ്ടാക്കിയാലും രുചികരമായിരിക്കും. അസ്വസ്ഥ മനസ്സുകൊണ്ട് നിങ്ങൾ പഞ്ചാമൃതം ഉണ്ടാക്കിയാലും അതിന് രുചി ഉണ്ടാവില്ല, അതിലെന്തെങ്കിലും ഒരു കുറവ് ഉണ്ടായേ പറ്റൂ. അപ്പോൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? സ്വസ്ഥമായൊരു മനസ്സിനാണ്. സ്വസ്ഥത നിങ്ങൾക്ക് മനസ്സിന് വരണമെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം ധ്യാനവും ഉപാസനയൊക്കെ ഒന്ന് പരിശീലിച്ചെടുക്കൂ, നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമാവും. ഇതുപോലെ തന്നെയാണ് ഏത് പ്രവൃത്തിയും. നമ്മുടെ ഗവൺമെൻറ് സ്വസ്ഥങ്ങൾ പറയുന്നത്, നമ്മളും കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് നന്നായാൽ അല്ലേ നിങ്ങൾക്ക് നല്ലത് എന്നാണ് പറയാം. പ്രവൃത്തി നന്നാവണം എന്നാണ് എല്ലാവരും പറയാം. ഗവൺമെൻറ്റും പറയാം നിങ്ങൾ ചെയ്യുന്ന ജോലി നന്നാക്കൂ എന്നാണ്. എല്ലാവരും ജോലിക്കാണ് പ്രാധാന്യം. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ചെയ്യുന്ന ജോലിക്കല്ല, പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ചെയ്യുന്ന ജോലിയോടുള്ള മനോഭാവത്തിനാണ്. ഭഗവാൻ പറയുന്നത് സ്വസ്ഥമായൊരു മനസ്സോടുകൂടി നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി വളരെ നന്നായേ അടങ്ങുള്ളൂ. അപ്പോൾ സ്വസ്ഥമായൊരു മനസ്സോടുകൂടി നിങ്ങൾ ജോലി ചെയ്യുമ്പോണ്ടല്ലോ, ആ ജോലിയിൽ നിങ്ങൾക്ക് താല്പര്യം, ഇഷ്ടമില്ലാത്തൊരു ജോലി നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സതിൽ നിൽക്കില്ല. നിങ്ങളോട് അടിച്ചേൽപ്പിച്ചിട്ടൊരു പണി പറയുകയാണ്. ഈ പട്ടാളത്തിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ, തോക്കൊക്കെ പിടിച്ചിട്ട് ഒരാളെ നിർത്തിയിട്ട് ഒരാളെ കൊണ്ട് ചൂലെടുത്ത് അടിച്ചു വാരിയാലും അയാൾ ചൂലെടുത്ത് അടിച്ചു വാരും, പക്ഷേ അയാളുടെ മനസ്സ് മുഴുവൻ എന്തായിരിക്കും? പ്രതിഷേധമായിരിക്കുമോ സന്തോഷമായിരിക്കുമോ? ഒരുതരം പ്രതിഷേധത്തിൽ അയാൾ ചെയ്യും. മനസ്സിലായില്ലേ? ആണോ അല്ലയോ? ഇപ്പം നോക്കൂ, ബഹുമാനം കൊണ്ട്, ശരിക്ക് റെസ്പെക്റ്റ് കൊണ്ട് ഒരാളെ കൈകൂപ്പുന്നതും, ഈ മിനിസ്റ്റർമാരെയൊക്കെ കൂടെ കാണുമ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സല്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ബഹുമാനം കൊണ്ടാണ്. കുരുത്തം കെട്ടവനെ സല്യൂട്ട് ചെയ്യേണ്ട ഒരു യോഗം എന്നുള്ളൊരു ഭാവത്തിലായിരിക്കും അവർ സല്യൂട്ട് ചെയ്യുക. ഞാനൊരിക്കലും ഒരു കേണലിൻ്റെ കൂടെ താമസിക്കുകയായിരുന്നു. ഇപ്പം രാവിലെ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വാമി ജോഗിങ്ങിന് വരുന്നു. ഞാനും വിചാരിച്ചൊന്ന് പോകാമെന്ന്. ഇവരുടെ മിലിറ്ററി ക്യാമ്പസ്. അപ്പോൾ അവിടുത്തെ കുറേ ജൂനിയേഴ്സ് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ഓടി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് മോർണിംഗ് സാർ. അപ്പോൾ ഇയാൾ സെയിം ടു യു, സെയിം ടു യു, സെയിം ടു യു എന്ന് പറയും. ഞാൻ പറഞ്ഞു, അങ്ങേക്കും പറഞ്ഞൂടെ ഗുഡ് മോർണിംഗ്, എന്തിനാ ഈ സെയിം ടു യു എന്ന് പറയുന്നത്? അപ്പോൾ എന്നോട് പറയുന്നത്, സ്വാമിക്ക് തോന്നുന്നുണ്ട് അവരിപ്പോൾ ഗുഡ് മോർണിംഗ് പറയുന്ന സന്തോഷം കൊണ്ടാണ്. കുരുത്തം കെട്ടവൻ ഗുഡ് മോർണിംഗ്, കുരുത്തം കെട്ടവൻ. അതിന് ഞാൻ പറയുന്നത് സെയിം ടു യു, സെയിം ടു യു, സെയിം ടു യു. ഇവൻ്റെ ഉള്ളിലത്തെ റെസ്പെക്റ്റ് ഉണ്ടാവില്ല. എന്നോട് പറയണം, ഞാനും പണ്ട് ഇതുപോലെയായിരുന്നു, ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ ക്ലാസ്സിൽ കുട്ടികൾക്ക് തന്നെ അവർക്കൊരു ഇഷ്ടമില്ലാത്ത ടീച്ചർ, അടിക്കുന്ന ടീച്ചർ, ബഹളം വയ്ക്കുന്ന ടീച്ചർ, അവർ ക്ലാസ്സിൽ വരുമ്പം ഗുഡ് മോർണിംഗ് മാഡം എന്ന് പറയുന്നത് റെസ്പെക്റ്റ് കൊണ്ടാണ്, നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയുകയാണത്. അല്ലേ? ശരിയല്ലത്? അതുപോലെയാണ് പലപ്പോഴും പലരുടെയും കർമ്മങ്ങൾ. അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുറമേക്ക് നോക്കുമ്പോൾ ഒക്കെ ഗംഭീരമാവാം, പക്ഷെ മനസ്സതിൽ
സ്വസ്ഥമല്ലെങ്കിൽ അത് ആസ്വദിക്കാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം. സ്വസ്ഥമായ മനസ്സിലാണ് സംതൃപ്തിയുള്ളത്. നിങ്ങൾക്ക് സംതൃപ്തി വേണോ? മനസ്സിൽ എന്ത് വേണം? സ്വസ്ഥത വേണം. മനസ്സിലായില്ലേ? സ്വസ്ഥയില്ലേ? നിങ്ങൾ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടി മദ്യത്തെയും മറ്റുള്ള കാര്യങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചിലർ ജോലി വിട്ട് ഉടനെ തന്നെ പരദൂഷണ ക്ലാസ്സിലേക്ക് ഓടുന്നത്. കാരണം അവർക്കൊരു സന്തോഷം കിട്ടണമെങ്കിൽ ഇതാരോടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്കിങ്ങനെ ചൊറിഞ്ഞു കയറും. അവർക്ക് ആരോടെങ്കിലുമൊക്കെ കുറ്റവും കുറവും പറഞ്ഞാലേ ഞാനിങ്ങനെ സ്വാമിജി നിങ്ങളോട് മാത്രമായിട്ട് പറയാൻ നിൽക്കുകയായിരുന്നു, ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പോൾ ഉറപ്പാണ് 25ാമത്തെ ഞാനാണ്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 10-20 പേരോട് ഈ കാര്യം. ചിലർക്ക് അടക്കി വെക്കാൻ പറ്റുകയില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സ് സ്വസ്ഥതയുണ്ടോ? സംതൃപ്തിയുണ്ട്. അതല്ലേ വേണ്ടത്? ഇതാണ് കൃഷ്ണൻ പറയുന്ന വളരെ പ്രസിദ്ധമായൊരു ശ്ലോകം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭോ മാ തേ സങ്കോസ്ത കർമ്മണി. പാവം കമ്മ്യൂണിസ്റ്റുകൾ തെറ്റിദ്ധരിച്ചു ഈ ശ്ലോകം. പാവം EMS നമ്പൂതിരിപ്പാട് അദ്ദേഹം ഈ ശ്ലോകത്തെ തെറ്റായി വ്യാഖ്യാനിച്ചു ജനങ്ങൾക്ക്. അദ്ദേഹം പറഞ്ഞു ബൂർഷകളുടെ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. എന്താ ബൂർഷകളുടെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനേ അധികാരമുള്ളൂ. മാ ഫലേഷു കഥാചന, കൂലി ചോദിക്കാൻ അധികാരമില്ല. ഇപ്പൊ കൂലി ചോദിക്കാതെ പണിയെടുപ്പിക്കുന്നതൊക്കെ ഒരു തരം ബൂർഷ നയമാണ്. അതുകൊണ്ട് ഭഗവത്ഗീതയൊന്നും നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ വായിക്കരുതെന്ന്. അങ്ങനെ പാവ അവരെയൊക്കെ അതൊന്ന് അകറ്റി. പക്ഷേ EMS നമ്പൂതിരിപ്പാട് ഒരു ഗുരുകുല സമ്പ്രദായത്തിലൂടെ അത് പഠിച്ചിരുന്നുവെങ്കിൽ, ഒരു ശങ്കരാചാര്യസ്വാമികളുടെ കമൻ്ററി എടുത്ത് അദ്ദേഹം വായിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയാൻ തോന്നില്ലായിരുന്നു അദ്ദേഹത്തിന്. ഒരു ജനതയെ മുഴുവൻ ഗീതയിൽ നിന്ന് അദ്ദേഹം അകറ്റിക്കളഞ്ഞതുകൊണ്ട്. ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കൃഷ്ണൻ പറയുന്നത് കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കഥാചന എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ജോലി ചെയ്താൽ മതി, ഫലം ചോദിക്കരുത് എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. കൃഷ്ണൻ അങ്ങനെ ഒരിക്കലും അത് വ്യാഖ്യാനിക്കാനും പറ്റില്ല. നോക്കൂ നിങ്ങൾ, മാ ഫലേഷു കഥാചന, ഫലത്തെ കുറിച്ച് കഥാചന, കഥനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക എന്നാണ് സംസ്കൃതത്തിലർത്ഥം. ചോദിക്കരുതെന്നല്ല. നമ്മൾ എന്തിന് ജീവിക്കുന്നു? അവസാനം നിങ്ങളൊക്കെ ഒരു പിടി ചാരം. ഇതം ശരീരം ഭസ്മാന്തം ഓം ക്രതോ സ്മര ക്രതം സ്മര. ഈശാവാസ്യോപനിഷത്തിൽ പറയുന്ന കുറേ കഴിഞ്ഞാൽ നമ്മളൊക്കെ കുറേ ഭസ്മം. അപ്പം ഭസ്മമായതിനു ശേഷം മതിയോ സന്തോഷം? അപ്പം സന്തോഷം കിട്ടണമെങ്കിൽ എന്ത് വേണം? വൈകുന്നേരം. അതാണ് ഇപ്പോൾ കേരളക്കാർ പോകുന്നത്. അവരുടെ സന്തോഷം അതിലായിരിക്കുന്നത്. അതങ്ങോട്ട് അകത്തി എന്ന് കഴിഞ്ഞാൽ പിന്നെ സന്തോഷം തന്നെ സന്തോഷം. പരമാനന്ദമാപ്നോതി. കള്ളു കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ബോധമില്ലാതെ ഭർത്താവ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ പാവം ഭാര്യയാണെങ്കിൽ ഭാഗവതവും നാരായണിയൊക്കെ ആയിട്ട് നടക്കണു. ഈ കള്ളുകൂടിയനോട്ട് കള്ളുകൂടി മാറണമില്ല. ഭാര്യ വിട്ടു, ഇനി അയാൾ നന്നാവണ കാലത്ത് നന്നായിക്കോട്ടെ. അങ്ങനെ കള്ളു കുടിച്ച് ആൾ വരുന്ന ദിവസം ഭാര്യ മിക്കവാറും പോവും വൈകുന്നേരം കൂട്ടിക്കൊണ്ടുവരാൻ. അപ്പോഴേക്കും ഇങ്ങോട്ട് വീഴും കല്യാണി എന്നും പറഞ്ഞൊരു വീഴ്ച. ഭാര്യ കൊണ്ടുവരും, വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തും. എന്നാലും കെട്ടിപ്പോയില്ലേ, നിവൃത്തിയില്ലല്ലോ. ഒരു ദിവസം ഭാര്യയുടെ നല്ല കാലമായിരിക്കാം, എവിടുന്നോ ഒരു പോത്ത് അത് അലഞ്ഞു തിരിഞ്ഞ് അറവിന് കൊണ്ടുപോയ പോത്ത രക്ഷപ്പെട്ട് വന്നിരിക്കുക. അപ്പോഴാണത് ഓടി വരുന്നത്. ഈ ഓടി വരുന്ന പോത്തിനെ കണ്ടപ്പോഴാണ് ഇയാൾ ഭാര്യ കല്യാണിയാണെന്ന് കരുതി കല്യാണി എന്ന് പറഞ്ഞ ഒരൊറ്റ വീഴ്ചയാണ്. പോത്തിൻ്റെ കൊമ്പിൻ്റെ ഉള്ളിലേക്കാണ് വീണത്. പോത്തിനുണ്ടോ കല്യാണി? അതിനല്ലെങ്കിലേ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ്. അതാ ഒരു കൊമ്പിൽ കിടന്ന ആളെ ഒരൊറ്റ ഏറാണ് തൂക്കിയിട്ട് കുറച്ച് ദൂരം ചെന്ന് അങ്ങോട്ട് വീണതും. അപ്പോഴേക്കും ഭാര്യ ഓടി വന്നു, കണ്ടു ആൾ വീണത്, എടുത്ത് പൊക്കുകയായിരുന്നു. ആ സമയത്ത് കാല് പിടിച്ചിട്ട് പറഞ്ഞു, കല്യാണി നിനക്ക് ഇത്ര ശക്തി ഉണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? ഇത് മുതലെടുത്തു ഭാര്യ. പറഞ്ഞു, നാളെയെങ്ങാനും കുടിച്ച് വന്നാൽ ഞാൻ ഇതിനും അപ്പുറത്തേക്ക് എറിയും, നോക്കിക്കോളൂ കേട്ടോ എന്ന്.
ഒരാഴ്ച ഒരൊറ്റ കിടപ്പ്, അത്ര ശക്തിയിലാണ് വീണതേ. ബാക്ക് കുത്തിയിട്ടൊരു വീഴ്ചയാണ്. ഒരാഴ്ച കിടപ്പിൽ എണീറ്റ് ആൾക്ക് കണ്ണ് എന്താ പറയുക, കള്ളിനെക്കുറിച്ച് ഓർക്കുമ്പം കല്യാണിയുടെ കൊമ്പ ഓർമ്മ വരുന്നത്. കല്യാണി നിനക്ക് എവിടുന്നാ കൊമ്പ് വന്നത്? ഇതാണ് ഭാര്യ വിചാരിച്ച് ഇനി എന്തായാലും ഇവിടുന്ന പ്രശ്നമില്ല എന്ന്. അപ്പം അതാണ് ഭാഗവതം വായിച്ചാലുള്ള ശക്തി പറയുന്നത്. അപ്പം അതുകൊണ്ട് അസ്വസ്ഥമായി ജീവിച്ചിട്ട് എന്ത് കാര്യം? അപ്പം നമ്മുടെ ജീവിതം നമുക്ക് ധന്യമാക്കണമെങ്കിൽ എപ്പോഴും മനസ്സിനെ എന്ത് ചെയ്യണം? പക്ഷേ സ്വസ്ഥമാവണമെങ്കിൽ എന്ത് വേണം? രാവിലെ കുറച്ച് നേരം ധ്യാനവും ഉപാസനയൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ആസ്വദിക്കും. നിങ്ങൾ ചെയ്യുന്നതേ ആസ്വദിച്ചു കഴിഞ്ഞാൽ ഫലവും നന്നായിത്തീരും. മനസ്സിലാവുണ്ടോ? ഭഗവാൻ പറയുന്നു അങ്ങനെ നിങ്ങൾ ജീവിക്കൂ. അപ്പോൾ ഇതൊക്കെ ബൂർഷകൾക്കെതിരാണോ അതൊക്കെ? അല്ല, ബൂർഷാ സിദ്ധാന്തമാണ് അതൊക്കെ. അതാണ് തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് ഒരുപക്ഷെ സമൂഹത്തിൽ നിന്നും ഈ ഗീതയൊക്കെ മാറ്റി നിർത്തിയത്. അതുകൊണ്ട് നമ്മളിതൊക്കെ ഒന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. മൂന്നാമത്തതാണ് ഞാൻ പറഞ്ഞു. ഒന്നാമത്തത് എന്താ പറഞ്ഞത്? ഓർക്കണ്ടോ വല്ലതൊക്കെ? ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും തരണം ചെയ്യാനുള്ളൊരു മനോബലം. രണ്ടാമത്തത് സംതൃപ്തി വേണമെങ്കിൽ മനസ്സെപ്പോഴും സ്വസ്ഥമായിരിക്കണം. മൂന്നാമത്തത് ആദരവ് വേണം, സ്നേഹം വേണം നിങ്ങൾക്കുണ്ടെങ്കിൽ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എങ്ങനെയാ ആദരവും സ്നേഹവും വരിക? നാം മറ്റുള്ളവർക്ക് പ്രയോജനകരമായൊരു ജീവിതം നയിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് സ്നേഹം എന്നുള്ള വാക്കിന് ഞാൻ പറഞ്ഞു പ്രയോജനം എന്നാണ് പറഞ്ഞില്ലേ? ഇപ്പം നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം വേണം. എന്ത് പ്രയോജനമാണ് ഇനി നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ടത്? ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് മറ്റൊരു മനസ്സിനെ പോലും മാനസികമായി ഉയർത്താൻ കഴിയുന്നൊരു, വേദനിപ്പിക്കാതിരിക്കലല്ല. നിങ്ങൾ വേദനിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ പോലും വേദനിക്കും. നിങ്ങളൊരു പണിയും ചെയ്യാതെ അങ്ങോട്ട് വീട്ടിലിരുന്ന് നോക്കൂ, മറ്റൊരു മനസ്സിന് വേദന വരുമോ ഇല്ലയോ നിങ്ങളെ കാണുമ്പോൾ? അപ്പം നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും വേദനയാണ്. ഒരു പണിയും ചെയ്യുന്നില്ല. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കില്ല, ഞാൻ ഒരു ഭാഗത്തിരിക്കണമെന്ന്. ആ ഇരിപ്പ് കണ്ടാൽ തന്നെ ബാക്കിയുള്ളവർക്ക് വേദന വരും. അപ്പം അതുകൊണ്ട് വേദനിപ്പിക്കരുതെന്നൊക്കെ ഉള്ളതൊരു ക്രിസ്ത്യൻ കൾച്ചറാണ്. നമുക്കതല്ല പറഞ്ഞത്, പോസിറ്റീവാണ്. അയൽവാസിയെ സ്നേഹിക്കാൻ പോയാൽ പിന്നെ നിങ്ങളുടെ കുടുംബജീവിതം തകരില്ലേ? ജീസസ് പറഞ്ഞ പോലെയൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ അപകടമായിത്തീരും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ ഒന്ന് സ്നേഹിക്കാൻ പോവും നിങ്ങൾ. ചിലപ്പോൾ വിവരം അറിയും നിങ്ങൾ. അതോടുകൂടി സ്നേഹം മതിയാവും നിങ്ങൾക്ക്. ഒരു പെൺകുട്ടി പാലക്കാട് നിന്ന് കല്യാണം കഴിച്ച് ബോംബെക്ക് പോയി. അപ്പോൾ അവൾക്ക് ഈ 10ാം ക്ലാസ് വരെ പഠിച്ച ഹിന്ദി അറിയുള്ളൂ. 10ാം ക്ലാസ് വരെ നമ്മുടെ ടീച്ചർമാർ ഹിന്ദി പഠിപ്പിക്കുന്നതൊക്കെ മേരാ വീട്ടിൻ്റെ മുന്നിൽ കൂടെ പോത്തും വണ്ടി ജാത്താ ഹേ എന്നുള്ളതാണ്. അത്രയുള്ള ഹിന്ദിയേ ഉള്ളൂ. ഈ കുട്ടി ബോംബെയിലെത്തിയതും ഭർത്താവ് പറഞ്ഞു, നോക്കൂ നീ ഹിന്ദി വല്ലതൊക്കെ പഠിക്കണം, നീ തന്നെ പോകണം കടയിൽ സാധനം മേടിക്കാൻ, എന്നെ ഇങ്ങനെ ആശ്രയിക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കും തുല്യമായൊരു ഉത്തരവാദിത്വമൊക്കെ വേണം. ഭാര്യയാണെന്ന് പറഞ്ഞ് വീട്ടിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കരുത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പെൺകുട്ടി പറഞ്ഞു ശരിയെന്ന്. അപ്പോൾ പിറ്റേ ദിവസം കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ പറഞ്ഞു ഒക്കെ പേപ്പറിൽ എഴുതിക്കൊണ്ടുപോയി. വെണ്ട, ഭിണ്ടി, ഉള്ളി, പ്യാജ് എന്നൊക്കെ എഴുതി കൊണ്ടുപോയി. രാവിലെ തന്നെ കടയിലെത്തി. ഉള്ളി കാണിച്ചിട്ട് അവൾ പറഞ്ഞു അംകോ 2 കിലോ പ്യാർ ചായിയെന്ന്. പ്യാർ എന്ന് ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹം, പ്രേമം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഈ കടക്കാരൻ പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് കൂടി ആവശ്യമില്ല എൻ്റെ പ്രേമം, മേരാ ബീബി കോ ബി नहीं चाहिए मेरा प्यार, ശുഭി ശുഭി ആപ്കോ പ്യാർ ചായിയെ, കിത്തനാ ചായിയെ, 2 കിലോ എന്ന്. 2 കിലോ പ്യാർ കൊടുക്കാൻ. പിന്നെ അവൾക്ക് മനസ്സിലായത് പ്യാറല്ല ചോദിക്കേണ്ടത്, പ്യാജ് എന്നാണ് ചോദിക്കേണ്ടത്. ഇതേപോലെ നമുക്ക് മനസ്സ് സന്തോഷം ഉണ്ടാവണേ. മനസ്സിൽ എന്താ പറയുക, നമ്മളെ മറ്റുള്ളൊരാൾക്ക് ആദരവ് തോന്നണമെങ്കിൽ നമുക്ക് ആ മനസ്സിനെ മാനസികമായി പറയൂ ഉയർത്താൻ. അതിനെന്ത് വേണം? നിങ്ങൾ ദിവസവും ഉപാസനയും ധ്യാനവും ചെയ്യും തോറും നിങ്ങൾക്ക് ഉയർച്ച വരും. അപ്പം നിങ്ങൾക്കും മറ്റൊരാൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കാം. നമുക്കിതൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത് നമ്മളിന്ന് ഏറെക്കുറെ തത്തമ്മേ പൂച്ച പൂച്ച പറഞ്ഞ പോലെയാണ്. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞത് കേട്ടത് അങ്ങനെ ആവർത്തിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒരു മരിച്ച വീട്ടിൽ പോയാൽ നിങ്ങൾ എന്താ പറയുക? ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് വിചാരിച്ചൊരു സമാധാനിക്കും. ഭർത്താവാ മരിച്ചു കിടക്കണതേ, ഇനി ഇതിലും വലുതെന്താ സംഭവിക്കാനുള്ളത്? ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ നമ്മൾ മറ്റുള്ളവർ പറയണതൊക്കെ കേട്ട്
അത് ആവർത്തിക്കുകയാണ്. പണ്ട് ഈ ജൈനന്മാരുടെ ഇടയിൽ ഒരു സമ്പ്രദായമുണ്ട്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗുരുവിനെ കൊണ്ടുവരും അവർ ഉപദേശിപ്പിക്കാൻ. അപ്പോൾ ഒരു മഹാഗുരു വന്ന് ഒരു ജൈനൻ്റെ വീട്ടിൽ വലിയ കച്ചവടക്കാരനാണ്, അമ്മ മരിച്ചപ്പോൾ ഉപദേശം കൊടുത്തു. അവരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ മരണത്തിൽ നിങ്ങളിങ്ങനെ ദുഃഖിക്കരുത്, നന്നല്ല. കാരണം നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ മുഴുവൻ അമ്മയാണ്, എന്ത് ചോദിച്ചാലും കൊടുക്കാനൊരു മടിയില്ല, ദാനശീലയാണ് അമ്മ. സത്യം പറഞ്ഞാൽ എനിക്ക് പോലും എൻ്റെ അമ്മയെപ്പോലെ തോന്നിയിട്ടുള്ള അമ്മയാണ്. ഇത്ര സ്നേഹസമ്പന്നയായൊരു അമ്മ ഈ ഗ്രാമത്തിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഏത് കാര്യത്തിലും മുന്നിൽ പ്രവർത്തിക്കാൻ ഇത്ര നല്ലൊരു അമ്മ. ആ അമ്മ മരിച്ചാലും നിങ്ങളിങ്ങനെ ദുഃഖിക്കാൻ പാടുമോ? നാട്ടുകാരുടെ മുഴുവൻ അമ്മയായിട്ടുള്ള അമ്മയുടെ മരണം വേദനിപ്പിക്കുന്നതാണെങ്കിലും നമ്മൾ ദുഃഖിക്കുകയല്ല വേണ്ടത്. നാമൊക്കെ ചൊല്ലി ആ അമ്മയുടെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കുക. ഇനിയെങ്കിലും മരിച്ചു പോയാലും അമ്മയെ ഒന്ന് നമുക്ക് ആദരവോടെ കൂടി കണ്ടുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഗംഭീര ഉപദേശമൊക്കെ കൊടുത്തു. അവർക്ക് ആ ദുഃഖമൊക്കെ പോയി. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ ബിസിനസ്സുകാരൻ്റെ 32 വയസ്സുള്ള ഭാര്യ ക്യാൻസർ കാരണം മരിച്ചു. ഗുരുവിനെ ഫോൺ ചെയ്തപ്പോൾ ഗുരു സ്ഥലത്തില്ല. അപ്പോൾ ഗുരുവിൻ്റെ കൂടെ വന്ന ശിഷ്യനാണ് അന്ന് വന്നത്. അപ്പോൾ ശിഷ്യൻ നോക്കിയപ്പോൾ എന്താ ഉപദേശിക്കേണ്ടതെന്നൊരു പിടുത്തവും ഇല്ല. എന്നാൽ പണ്ട് ഗുരു പറയണതൊക്കെ കേട്ടിട്ടുമുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയെപ്പോലുള്ളൊരു ഭാര്യ ഈ നാട്ടിലുണ്ട് തോന്നുന്നില്ല. അത്ര നല്ലൊരു ഭാര്യ, സ്നേഹസമ്പന്നയായിട്ടുള്ള ഭാര്യ, ദാനസമ്പന്നയായിട്ടുള്ള ഭാര്യ. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മാത്രം ഭാര്യയായിരുന്നില്ല എന്ന്. ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി നിർത്തിക്കോളൂ ഉപദേശം. അമ്മയുടെ കാര്യത്തിൽ ശരി, എല്ലാവരുടെയും അമ്മയാണെന്നൊക്കെ പറഞ്ഞാൽ ഭാര്യ നാട്ടുകാരുടെ മുഴുവൻ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന എൻ്റെയും കൂടിയും ഭാര്യയായിരുന്നു എന്നാണ്. കാരണം എന്തൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ടോ അതുപോലെ തത്തമ്മേ പൂച്ച അതുപോലെ ആവരുത്. നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അഭ്യസിച്ചുകൊണ്ട് ഇതൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ നിങ്ങളെ മറ്റുള്ളവർക്ക് ആദരവുണ്ടാവും. ഇന്ന് പലരും പറയുന്നു നോക്കാൻ ആളില്ല, ആർക്കും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മനസ്സിലാക്കണം, അവരെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. ആ ജീവിതം ആവരുത് നമുക്ക്. അതുകൊണ്ടാണ് ഈ ഓൾഡ് ഏജ് ഹോമുകളൊക്കെ കൂടിക്കൂടി വരുന്നത്. ആരാ ഉണ്ടാക്കുന്നത്? ഓൾഡ് ഏജ് ഹോമുകളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കാൻ പ്രേരിതരാവുകയാണ്. മനസ്സിലായില്ലേ? അപ്പം പഠിക്കൂ, നിങ്ങളൊക്കെ ഇതൊക്കെ മനസ്സിലാക്കൂ. ഈ ജീവിതമുണ്ടല്ലോ വലിയൊരു സൗഭാഗ്യം നിറഞ്ഞൊരു ജീവിതമാണ്. കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്തി ഗീതയും ഭാഗവതവും ഇതൊക്കെ പഠിക്കാൻ എന്താ പ്രയാസം? 700 ശ്ലോകങ്ങളേ ഉള്ളൂ ഗീതയിൽ. 365 ദിവസമുണ്ട് നമുക്ക്. അറ്റ്ലീസ്റ്റ് ഒരു ശ്ലോകമെങ്കിലും നിങ്ങൾ ഒരു ദിവസം വായിക്കാൻ, ഇനി പോട്ടെ ഒരു ആഴ്ച എടുത്തോളൂ, അല്ലെങ്കിൽ ഒരു മാസം എടുത്തോളൂ. അങ്ങനെ നിങ്ങൾ വായിച്ചാൽ തന്നെ കുറച്ച് കാലം കൊണ്ടൊക്കെ ഗീത പഠിക്കാൻ പറ്റില്ലേ? ഉണ്ടോ ഇല്ലയോ? ഭാഗവതത്തിൽ ആകെ 335 അധ്യായമുള്ളൂ. ഒരു വർഷം എത്ര ദിവസമുണ്ട്? 365 അധ്യായം അല്ല ദിവസമുണ്ട്. ഓരോ അധ്യായത്തിന് നിങ്ങൾ ഒരു മാസം എടുത്തോളൂ. എന്നാലും ഒരു 6-7 കൊല്ലം കൊണ്ടെങ്കിലും നമുക്ക് ഭാഗവതം പഠിക്കാൻ പറ്റില്ലേ? ഉണ്ടോ ഇല്ലയോ? പക്ഷെ അത് വായിക്കണം, പഠിക്കണം എന്നൊക്കെയുള്ളൊരു മനസ്സ് നമുക്ക് വേണം. അതിനാണെങ്കിലോ ഇന്ന് നമുക്ക് ഇല്ലാത്തത്, എല്ലാ ഭാഗത്ത് പോയും പഠിപ്പിക്കാനുള്ള ആളുകൾ നമുക്ക് കുറവാണ്. മറ്റു മതങ്ങൾക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ പള്ളിയിൽ ഒരു പിതാവുണ്ട്, ഫാദറുണ്ട് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു മുസ്ലിങ്ങളെ സംബന്ധിച്ചൊരു മുസ്ലിയാരുണ്ട്. നമുക്കാണെങ്കിൽ ഇങ്ങനെയൊന്നും ആരും ഇല്ല. അപ്പം അതാണ് നിങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ട ദൗത്യം. നിങ്ങളൊക്കെ വായിച്ച് പഠിച്ച് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കുക. അപ്പം അങ്ങനെ നോക്കൂ, നിങ്ങൾ ഇന്നിപ്പം നാരായണീയത്തിന് വലിയൊരു പ്രചാരം വന്നിരിക്കുന്നത് അങ്ങനെയാണ്. പലരും പഠിച്ചവർ മറ്റുള്ളവരെ അങ്ങനെ പഠിപ്പിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണോ തോന്നുന്നു, അല്ല കഴിഞ്ഞ വർഷമല്ല, ഒരു 4 വർഷം മുമ്പ് ബോംബെയിൽ ഒരു നാരായണീയ സമ്മേളനത്തിന് പോയി. അവരെന്നെ കൊണ്ടുപോയി. എനിക്ക് ആകെ ഒരു അരമണിക്കൂർ സമയം അവിടെ ചെലവഴിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. കാരണം ഞാൻ വേറൊരു പ്രോഗ്രാമിന് പോകുന്ന വഴിക്ക് എന്നെ പിടിച്ചു കൊണ്ടുപോയതാണ്. ഞാൻ പറഞ്ഞു അരമണിക്കൂറിലധികമായാൽ മറ്റുള്ള പ്രോഗ്രാമൊക്കെ ഡിസ്റ്റർബ്ഡ് ആവും. ഞാൻ അവിടെ പോയപ്പോൾ ഒരു 2500 ആളുകളിരുന്ന് നാരായണീയം വായിക്കുകയാണ്. ഞാനത് കേട്ടിട്ട് ഞാൻ മറ്റവരോട് വിളിച്ചു പറഞ്ഞു, ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ, അതുവരെ നിങ്ങൾ ഭജനയൊക്കെ പാടിയിരിക്കൂ. ഏതായാലും ഇവിടെ ഞാൻ കുറച്ച് നേരം ഇരിക്കാൻ പോകണു.
2500 പേരിരുന്ന് നാരായണീയം വായിക്കുമ്പോൾ ആ ഒരു വൈബ്രേഷൻ എന്തായിരിക്കും? അപ്പോൾ നോക്കൂ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് സാധ്യമാണ്. ഇപ്പം ഞാൻ ഇവരോട് പറഞ്ഞിരിക്കണോ, അടുത്ത വർഷം ഞാൻ വരികയാണെങ്കിൽ 335 ആളുകൾ ഭാഗവതം വായിക്കണമെന്ന്. എത്ര പേർക്ക് തയ്യാറാവാൻ പറ്റും? അതാണ് 335 അധ്യായം, 335 ആളുകൾ വായിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ ഉയർന്നു നോക്കൂ. നിങ്ങളെ കൊണ്ട് കാര്യമുണ്ടാവും, സമൂഹത്തിന് നിങ്ങളെ ആവശ്യമുണ്ടാവും. എപ്പോഴും സമൂഹത്തിന് ആവശ്യം മാനസികമായി ഉയർത്തുന്നവരെ. അപ്പം നമ്മൾ മാനസികമായി ഉയർത്തണമെങ്കിൽ ആദ്യം ഭഗവാൻ കൃഷ്ണൻ പറയും, യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേദരോജന സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ യത് ആചരതി ശ്രേഷ്ഠ. ആദ്യം നമ്മൾ അഭ്യസിക്കൂ, പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കൂ. അങ്ങനെയൊക്കെ സാധിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ എനിക്കൊരു ഉപകാരം ചെയ്യേണ്ടതുണ്ടെന്ന്. നമ്മളൊക്കെ ഈ ഭാഗവതവും ഗീതയും പ്രചരിപ്പിക്കേണ്ടതുണ്ടോ? വേണോ? എത്ര പേർക്ക് പ്രചരിപ്പിക്കണമെന്ന് മോഹമുണ്ട്? നന്നായി. കുറേ ആളുകൾക്ക് താല്പര്യമൊന്നുമില്ല, വേണമെങ്കിൽ പ്രചരിപ്പിച്ചാൽ മതി എന്നുള്ള രീതി. അല്ല, നിങ്ങൾ കൈപൊക്കാത്തതുകൊണ്ട് എനിക്കതാ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ പ്രചരിപ്പിക്കും? അതാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഒരു 108 SMS ഇംഗ്ലീഷിലാണ്. കാരണം ഇംഗ്ലീഷിലാണല്ലോ കുട്ടികൾക്ക് കൂടുതൽ പരിചയമുള്ളത്. അതുകൊണ്ട് അത് ഒരാൾക്കെങ്കിലും നിങ്ങൾ ഒരാഴ്ച അയച്ചാൽ മതി. അങ്ങനെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഈ നല്ലൊരു പോസിറ്റീവ് മെസ്സേജ് അതിങ്ങനെ സ്പ്രെഡ് ചെയ്യും തോറും ക്രമേണ ആളുകൾക്ക് മനസ്സിലാവും ഭഗവത്ഗീതയിൽ ഇത്തരത്തിൽ മനുഷ്യ മനസ്സിനെ ഉയർത്തുന്ന സദ്വിചാരങ്ങൾ, സത്ചിന്തകൾ, സദ്ഭാവനകൾ ഉണ്ട്. അപ്പോൾ ആ ഗീത പഠിക്കാനൊരു വരും? താല്പര്യം വരും. അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് മാനസികമായി തയ്യാറായി കഴിഞ്ഞാണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്കാരം എളുപ്പം നമുക്ക് പ്രചരിപ്പിക്കാൻ പറ്റും. മറ്റുള്ളവർക്കൊക്കെ ഒരു ഫാദറും ഒരു മുസ്ലിയാരും ആണെങ്കിൽ നമുക്ക് എല്ലാവരും ഫാദറും എല്ലാവരും മുസ്ലിയാരും ആയാൽ മതി. മനസ്സിലായില്ലേ? നിങ്ങളൊക്കെ ഒന്ന് ഇത് പ്രചരിപ്പിക്കേണ്ടുന്ന ഒരു പ്രചാരക സംസ്കാരം ഉണ്ടെങ്കിൽ ഭഗവാൻ 2 കാര്യങ്ങളാണ് പറയുക ശങ്കരാചാര്യസ്വാമികൾ. ഒന്ന്, അവനവനും ഉയരണം. ഭഗവാൻ പറയും, ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതാർത്ഥം. തന്നെ ഉയർത്തണം, മറ്റുള്ളവരെയും ഉയർത്തണം. അങ്ങനെയൊക്കെ ഒന്ന് പരിശ്രമിച്ചു നോക്കൂ നിങ്ങൾ. ഈ ജീവിതം നമുക്ക് ധന്യമാക്കിയെടുക്കാം. ഏതായാലും കൃഷ്ണൻ്റെ ലീലകളിൽ ഇവിടെ നമുക്ക് കാണുന്ന പല ലീലകൾ, ഇപ്പോൾ പൂതനാമോക്ഷം ഞാൻ പറഞ്ഞു. ഇതുപോലെ ശകടാസുരൻ എന്നുള്ളൊരു അസുരൻ വരും, ഒരു വണ്ടിയുടെ രൂപത്തിൽ. എന്നിട്ട് ഭഗവാനെ തകർക്കാനാണ് വരുന്നത്. പക്ഷെ ഭഗവാൻ അവനെ അകറ്റും. ഇതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ തകർക്കാൻ, തളർത്താൻ സാധിക്കുന്ന പല അനുഭവങ്ങളും അത് നമ്മളെ പിടികൂടുന്നതിന് മുമ്പ് നാം അതിനെ എന്തു ചെയ്യണം? അകറ്റണം. ആ തട്ടി മാറ്റാൻ നിങ്ങൾക്കതിനുള്ള ഒരു വേണം? കരുത്ത് വേണം, ശക്തി വേണം. ഈ കരുത്തില്ലാത്തവരാണ് ആ ഒരു അനുഭവത്തിലേക്ക് തലകുത്തി വീണ് മാനസികമായി തകരുന്നത്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണേ. അനുഭവം അല്ല നമ്മളെ തളർത്തുന്നത്, അനുഭവത്തെ പോയി പിടിക്കുന്ന നമ്മുടെ ദുർബല മനസ്സാണ്. മനസ്സിനൊരു പ്രത്യേകത, അത് ഈ പയറിൻ്റെ വള്ളി പോലെയാണ്. എവിടെയെങ്കിലും ഒന്ന് പിടിക്കാൻ പറ്റിയാൽ അത് കയറി പിടിച്ചു കളയും. ഇതേപോലെ മനസ്സ് എവിടെയെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അതിൽ കയറി അങ്ങനെ പിടിച്ചു കളയും. ചിലർക്ക് അങ്ങനെയാണ്. ചെറിയ കാര്യങ്ങൾ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ ചിന്തിച്ച് ആ കാഴ്ച കണ്ട് അയ്യോ ഇങ്ങനെ സംഭവിച്ചു, അയ്യോ അങ്ങനെ സംഭവിച്ചു, അത് തന്നെ പിടികൂടുക അവർ. ഇതൊന്ന് വിടൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിടാൻ പറ്റില്ല. ഒരാൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഊണ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അയാൾക്ക് ഒരു തോന്നൽ, ചോറുള്ള അങ്ങനെ വായയിലേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ഒരു ഈച്ച ഭും എന്ന് പറഞ്ഞ അകത്തേക്ക് പോയതുപോലെ അദ്ദേഹത്തിന് പെട്ടെന്നൊരു തോന്നൽ. ഈച്ച പറന്നപ്പോൾ അത് വായുടെ ഉള്ളിലേക്കാണ് പോയത്. എന്നിട്ടൊരു ശബ്ദം, കിരികിരികിരികിരി എന്നൊരു ശബ്ദം. അദ്ദേഹത്തിന് അപ്പോഴേക്കും മനസ്സിലൊരു തോന്നൽ, വയറിൻ്റെ ഉള്ളിൽ ഈച്ച പറക്കുന്നു എന്നുള്ളത്. ഭാര്യയോട് പറഞ്ഞു, എടീ തങ്കം, നീ ഒന്ന് നോക്കൂ, ചെവി വെച്ച് നോക്കൂ, നിൻ്റെ ചെവി ഒന്ന് എൻ്റെ വയറിൻ്റെ മുകളിൽ, എൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ ഒരു ഈച്ച പറക്കണമെന്ന് എനിക്ക് തോന്നണമെന്ന്.
ഈച്ച പറക്കുമ്പോൾ ശബ്ദം ഉണ്ട് അത്രേ, കിരികിരി 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 കിരി ശബ്ദം. ഭാര്യ പറഞ്ഞു, വട്ടു പറയാതെ മനുഷ്യ, ഈച്ച നിങ്ങളുടെ വായയിൽ പോവേ, നല്ലൊരു വായും കൊള്ളരുതാത്തൊരു വായ, നിങ്ങളുടെ ഈ വായയിൽ ഈച്ച പോവേ, ഇനി പോയാൽ തന്നെ ഈച്ച അവിടെ നിൽക്കുക, ചത്തുപോവില്ലേ? എടി നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഈച്ച പറന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഭാര്യ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നല്ല ചുടുവെള്ളം എടുത്തുകൊണ്ട് വന്നു. പറഞ്ഞു അത് കുടിച്ചാൽ മതി. അതെന്തിനാണ്? ഈച്ചയുടെ മേല് വീണ ചത്തോളൂ അത്രേ. ചുടുവെള്ളം മുഴുവൻ ഒഴിച്ച് വായ പൊള്ളി എന്നല്ലാതെ ഈച്ചയ്ക്കൊന്നും പറ്റിയില്ല. ഉടനെ ഭാര്യ പറഞ്ഞു, എന്നാൽ കുറച്ച് ചോറുള്ളുണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു, അത് വിഴുങ്ങിക്കോളൂ, ഈച്ചയുടെ മുകളിൽ ബ്ലും എന്ന് പറഞ്ഞ് വീണാൽ ഈച്ച ചത്തു. എന്തൊക്കെ പരീക്ഷണം ചെയ്തിട്ട് ഈച്ച ചാവടില്ല. ഭാര്യയെ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത്. ഡോക്ടർ ലൂസ് മോഷന് മരുന്ന് കൊടുത്തു. എന്തിനു പറയണു? ഒരു വശത്ത് ഈച്ചയുടെ പറക്കലും വേറെ വശത്ത് ലൂസ് മോഷനും. 4 ദിവസം ഈ മനുഷ്യൻ ഓഫീസിലൊന്നും പോകുന്നില്ല. കാരണം വയറിനുള്ളിൽ ഈച്ച പറക്കണം, രാത്രിയിലും ഈച്ച പറക്കണം. എണീറ്റ അപ്പം പറയും കിരികിരി 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 കിരികിരി. അവസാനം ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, മാനസിക രോഗം ചികിത്സിക്കുന്ന ഡോക്ടർ, സൈക്കാട്രിസ്റ്റ്. അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് വട്ട് കേസല്ലേ. അദ്ദേഹം എന്താ വെച്ചാൽ ഈ സ്റ്റെതസ്കോപ്പ് എടുത്ത് ഡോക്ടറുടെ അദ്ദേഹം ചെവിയിൽ വെക്കുന്നതിന് ഡോക്ടർ രോഗിയുടെ ചെവിയിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മറ്റേ ഭാഗം വയറിലമർത്തി അവിടെ ഒന്ന് കൈകൊണ്ടൊന്ന് ചൊറിഞ്ഞു. അതിൻ്റെ മുകളിൽ ഈ അമർത്തുന്ന ഭാഗത്തിലൊന്ന് ചൊറിഞ്ഞാലല്ലോ കിരികിരികിരി ശബ്ദം വരും. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ വയറ്റിൽ ഈച്ചയുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, കേൾക്കുന്നില്ലേ ശബ്ദം? അദ്ദേഹം ചാടി എണീറ്റ് ഡോക്ടറുടെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയെക്കാളും നിങ്ങളാണ് സ്നേഹമുള്ള മനുഷ്യൻ. എൻ്റെ ഭാര്യയോട് പോലും ഞാനത് പറഞ്ഞിട്ട് അവൾ വിശ്വസിക്കുന്നില്ല എൻ്റെ വയറ്റിൻ്റെ അകത്ത് ഈച്ചയുണ്ട് എന്നുള്ളത്. എന്തിനു പറയുന്നു? ഡോക്ടർ ചോദിച്ചു, കീറി മുറിച്ചെടുക്കണോ, ഓപ്പറേറ്റ് ചെയ്തെടുക്കണോ, അതോ ഞാനിങ്ങനെ വയറമർത്തി അമർത്തി 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 നിങ്ങൾ ശ്വാസം വലിച്ചാൽ മതി, അങ്ങനെ ഈച്ച പുറത്ത് വരണോ? അപ്പോൾ ഭാര്യ ചോദിച്ചു, ഈ കീറുന്നതിന് എത്ര രൂപയാവുന്നു? പറഞ്ഞു 25,000 രൂപ വരുന്നു. അയ്യോ ഡോക്ടറെ കീറണ്ട, ഞാൻ ശ്വാസം വലിച്ചോളാം. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു? ഈ ഡോക്ടർ നേഴ്സിനോട് അടുക്കളയ്ക്ക് പോകാൻ പറഞ്ഞു. ഡോക്ടർ എന്ത് ചെയ്യും? ഇയാളുടെ വയറൊരു അമർത്തൽ, വലിക്കാൻ പറയും. ഡോക്ടർ പറഞ്ഞു, അങ്ങനെ വലിക്കേണ്ട, അത് അന്ധശ്വാസം, അവസാനത്തെ വലിയ മാറും, അത്ര വലിക്കണ്ട, പതുക്കെ പതുക്കെ വലിച്ചാൽ. ഇയാളിങ്ങനെ വലിക്കുന്നതിനനുസരിച്ച് ഡോക്ടർ സ്റ്റെതസ്കോപ്പ് ഒന്ന് പൊക്കും, ഒന്ന് ചൊറിയും, അപ്പോൾ കിരികിരികിരി മുകളിലേക്ക് കയറും. അങ്ങനെ കൊണ്ടുപോയി 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 നെഞ്ച് വരെ എത്തിച്ച് ഡോക്ടർ അപ്പോഴേക്കും തൻ്റെ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ട് 2 കയ്യിലും നേഴ്സിനോട് അടുക്കളയിൽ പോകാൻ പറഞ്ഞു. നേഴ്സ് അടുക്കളയിൽ പോയിട്ട് പിടിച്ചു കൊണ്ടുവന്നു, രോഗിയുടെ കയ്യിൽ കൊടുത്തു. അല്ല, ഇദ്ദേഹത്തിന് ഡോക്ടറുടെ കയ്യിൽ കൊടുത്തു. ഡോക്ടർ പറഞ്ഞു, കണ്ണ് ചെമ്മി നാവ് പുറത്തേക്കിട്ടിട്ട് തൊണ്ടയിൽ നിന്ന് ഒറ്റ തുപ്പ് തുപ്പി. കയ്യിൽ തുപ്പിക്കോളൂ, കുഴപ്പമില്ല. കാരണം 10,000 രൂപയെ മേടിക്കണതേ. ഒരു തുപ്പ് തുപ്പിച്ചിട്ട് എന്താ കുഴപ്പം? ഒരു തുപ്പ് തുപ്പിയതും ഈച്ച വന്നു. ഡോക്ടർ കാണിച്ചു കൊടുത്തു. ഈ ഈച്ചയായിരുന്നു ഇത്രയും ദിവസം വയറിൻ്റെ ഉള്ളിൽ. ആ മനുഷ്യൻ ആ ഈച്ചയുടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ ഇത് ചെറിയ ഈച്ചയാണ്, ഇതിലും വലിയ ഈച്ചയാണ് അകത്തേക്ക് പോയിരിക്കുന്നത് എന്ന്. ഇതിലും വലിയ ഈച്ചയാണെന്ന് കേട്ടതും ഡോക്ടർ തളർന്ന് കിടക്കണു. ചിലവരെ നേരെയാക്കാൻ ഒരു തരത്തിലും സാധ്യമല്ല. കാരണം അവർ മാനസികമായി അത്രയും ഉറപ്പിച്ചിരിക്കുകയാണ്, വെഡിത്തത്തിൽ മനസ്സുറച്ചിരിക്കുകയാണ്. ഇതുപോലെ നമ്മളെയൊക്കെ തളർത്താൻ ഏതൊരു ശക്തി വന്നാലും അതിനെ തട്ടി മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ഒരു തരത്തിലും നിങ്ങളെ തളർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇതുപോലെ തൃണാവർത്തൻ, ഓരോ അസുരന്മാർ നോക്കൂ. തൃണാവർത്തൻ എന്ന് പറഞ്ഞാൽ പുല്ല് അല്ലെങ്കിൽ പൊടി എന്നൊക്കെയാണ്. തൃണം എന്നുള്ളതിനൊക്കെ അതാർത്ഥം അല്ലേ? തൃണം ആവർത്തിക്കുന്നവരൊക്കെ തളരും എന്ന് പറഞ്ഞാൽ ദുർബലമായ കാര്യങ്ങൾ വെറുതെ ഇരുന്ന് ചിന്തിച്ച് സമയം കളഞ്ഞാൽ നമ്മൾ മാനസികമായി തളരും. ശ്രദ്ധിക്കൂ, ഞാൻ പറയണത്, നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളും മറ്റുള്ളവരോട് പറയുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടുമായിരിക്കാം. പക്ഷേ നിങ്ങൾ അറിയുന്നില്ല, ഈ ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിനെ ക്രമേണ തളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ സ്വാമി വിഷമങ്ങളൊന്നും ആരോട് പറയരുതെന്നാണോ? വിഷമങ്ങൾ പറയരുതെന്നല്ല, അത്രയും സമയം നിങ്ങൾ ജപവും ധ്യാനവും ഉപാസനയൊക്കെ പരിശീലിച്ച് നോക്കൂ. നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമം അതൊരു ചിന്തയാണ് വാസ്തവത്തിൽ. ഈ വിഷമങ്ങളൊക്കെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന, പറയൂ,
ചിന്തയാണ്. നോക്കൂ, നിങ്ങളൊരു മാനസിക രോഗി, മെൻ്റൽ രോഗി, അവർക്ക് ഒരു ചിന്തയുമില്ല. ഭ്രാന്തന്മാർക്ക് എന്ത് ചിന്തയുണ്ട്? അതുകൊണ്ടൊരു ദുഃഖവുമില്ല അവർക്ക്. ഈ റോട്ടിൽ കൂടെയൊക്കെ പോകുന്ന ചപ്പും ചവറും വലിച്ച് വാലി കഴിക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ നിങ്ങൾ? വട്ടുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുഷിഞ്ഞ വേഷമൊക്കെ ഇട്ട് പോകുന്നവർ, അവർക്കങ്ങനെ വല്ല ചിന്തയുണ്ടോ? ഉണ്ടോ ഇല്ലയോ? അവർക്കൊരു ചിന്തയില്ല. കാരണം അവരുടെ മനസ്സിൽ അവർ മുഷിഞ്ഞതാണെന്നും വൃത്തികെട്ടവരാണെന്നും വൃത്തികെട്ട ഭക്ഷണമൊക്കെയാണ് എടുത്ത് കഴിക്കണമെന്നുള്ള ചിന്ത തന്നെ ഇല്ല അവർക്ക്. ഉണ്ടോ? നോക്കൂ, നിങ്ങൾ ചില ആളുകളെ നിങ്ങൾക്ക് കാണാം, അവരാ മാനസികമായിട്ടുള്ളൊരു ദുർബല ചിന്തകൾ കൊണ്ടു നടക്കാത്തതുകൊണ്ട് അവരങ്ങനെ മാനസികമായി തളരുന്നില്ല. എന്നാൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും നമ്മൾ ഓരോ കുടുംബ പ്രശ്നങ്ങൾ ചിന്തിച്ച്, ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ ചിന്തിച്ച്, അത് 10 പേരോട് പറയും തോറും അത് ഉറപ്പിച്ച് നമ്മളെ തന്നെ ക്രമേണ തളർത്തുന്നു. അപ്പോൾ ഒന്നും പറയരുത് എന്നാണോ പറയുന്നത്? പറയരുത് എന്നല്ല, അത്രയും സമയം നല്ല കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ മനസ്സിൽ വേണ്ടാത്തത് അടിഞ്ഞുകൂടുന്നതിന് പകരം നല്ല ചിന്തകൾ അടിഞ്ഞുകൂടുമ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോകും. ഇതാണ് കൃഷ്ണനെ പിടിക്കും തോറും തൃണാവർത്തൻ താഴോട്ട് പോകുന്നത്. തൃണാവർത്തം എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ചിന്തകളൊക്കെ താഴോട്ട് പോകുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഓരോ കഥകളും നിങ്ങൾ നോക്കൂ, ഭാഗവതത്തിൽ അതിസുന്ദരങ്ങളായ കഥകളാണ് ഭഗവാന്റെ ഓരോ ലീലകളും. ഇതിങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല എന്ന് മാത്രം. ഏതായാലും നമുക്ക് കുറേ കഥകൾ കണ്ടേ പറ്റുള്ളൂ. പിന്നെ വൈകുന്നേരമാണെങ്കിൽ കൃഷ്ണൻ്റെയും രുക്മിണിയുടെയും കല്യാണം നടത്തിയേ പറ്റുള്ളൂ. കാരണം ഇന്ന് രുക്മിണി ദേവി വരാമെന്ന് പ്രത്യേകം ഏറ്റിരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൃഷ്ണനും രുക്മിണിയും കല്യാണം നടത്തിയിരിക്കും. അപ്പം അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് എന്തായാലും ആ ഭാഗങ്ങളൊക്കെ കാണാം. നമ്മൾ കൃഷ്ണൻ്റെ രുക്മിണീ സ്വയംവരം ഇന്ന് നമ്മൾ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും ഇവിടെ ആഘോഷിക്കും. അപ്പോൾ നിങ്ങളൊക്കെ ദിവസവും കുറച്ച് നേരം എന്ത് പ്രാക്ടീസ് ചെയ്യണം? ധ്യാനം. അന്ധമായൊരു പ്രാർത്ഥനയിൽ ജീവിതം കൊണ്ടു നടക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഇരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ്. അപ്പം അതുകൊണ്ട് എവിടെയൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമോ അവിടെയൊക്കെ പോയി നിങ്ങൾ പഠിക്കണം, ധ്യാനവും പരിശീലിക്കണം. സമയം ഇല്ല എന്ന് പറഞ്ഞിരിക്കരുത്, മനസ്സിലായില്ലേ? ധ്യാനമൊക്കെ പരിശീലിച്ച് ധ്യാനം ചെയ്യുമ്പോൾ നാം എന്തു പഠിച്ച് ചെയ്യുന്നുണ്ടോ അതേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സത്യം. അതുകൊണ്ട് നിങ്ങളൊക്കെ അനുഗ്രഹീതരാണ്, ധന്യാത്മാക്കളാണ്. അതുകൊണ്ട് അതൊക്കെ പ്രയോജനപ്പെടുത്തും.